നമസ്കാരം. സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും മറ്റൊരു വിഷുക്കാലം കൂടി വന്നണയുന്നു. ഏപ്രിൽ 14 തിങ്കളാഴ്ചയാണ്. മേടം 1. ഗജകേസരി യോഗം ഫലത്തിൽ വരികയാണ് ഏപ്രിൽ 14 മുതൽ 6 നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക്. ഇവരുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നതൊക്കെയും നേടിയെടുക്കാനുള്ള ഭാഗ്യമാണ് ആരംഭമാകാനായി പോകുന്നത്. സന്തോഷത്തിൻ്റെ, സമൃദ്ധിയുടെ, ഐശ്വര്യത്തിൻ്റെ ദിനങ്ങൾ വന്നണയുന്നു. നേട്ടങ്ങളിൽ ആറാടാനായി ഈ നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ്. അത്രയധികം മാറ്റങ്ങളാണ് ഇവരെ കാത്തിരിക്കുന്നത്. ഗജകേസരി യോഗ ഫലങ്ങളാണ് ഏപ്രിൽ 14 മേടം 1 മുതൽ ഈ 6 നക്ഷത്രക്കാർക്ക് ലഭിക്കാൻ പോകുന്നത്. അതിൻ്റെ ഫലമായി എല്ലാവിധ സുഖസൗകര്യങ്ങളും ഗുണാനുഭവങ്ങളും ഈ നക്ഷത്രക്കാർക്ക് വർദ്ധിക്കുന്നതാണ്. ജീവിതത്തിൽ നിലനിന്നിരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ളൊരു പരിഹാരമാണ് ഏപ്രിൽ 14 തിങ്കളാഴ്ച എന്ന ദിവസം. മേടവിഷുവാണ്. അന്നേ ദിവസം നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള എല്ലാ കാര്യങ്ങളുടെയും തുടക്കമാകാൻ പോവുകയാണ്. വീട് പണിയുടെ കാര്യമാകട്ടെ, അല്ലെങ്കിൽ വിവാഹ കാര്യം, ഉത്തമമായൊരു ജോലി, അങ്ങനെ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള എല്ലാ കാര്യങ്ങൾക്കുമുള്ള ശുഭസമയം ആരംഭമാകാൻ പോവുകയാണ്. ഗജകേസരി യോഗമാണ് ഏപ്രിൽ 14 മുതൽ തുടങ്ങാൻ പോകുന്നത് 6 നക്ഷത്രക്കാർക്ക്. ആ ഭാഗ്യശാലികളായ നക്ഷത്രക്കാർ ആരൊക്കെയാണ്, അവർക്ക് എന്തൊക്കെ ഗുണാനുഭവങ്ങളാണ് ലഭിക്കാൻ പോകുന്നത് എന്നതൊക്കെ നോക്കാം. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടർന്ന് കാണുക. ഏപ്രിൽ 14 തിങ്കളാഴ്ച മുതൽ ഗജകേസരി യോഗം ആരംഭിക്കുന്ന 6 ഭാഗ്യശാലി നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം തന്നെ വിശാഖം നക്ഷത്രമാണ്. വിശാഖം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഏറ്റവും അനുകൂലമായ സമയം ഇതെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുന്ന ദിവസത്തിലേക്കാണ് ഏപ്രിൽ 14 തിങ്കളാഴ്ച മുതൽ നിങ്ങൾ എത്താൻ പോകുന്നത്. നിങ്ങളുടെ ജീവിതത്തെ മൊത്തത്തിലൊന്ന് അഴിച്ചു പണിയുകയാണ്, അല്ലെങ്കിൽ മാറ്റിമറിക്കുന്ന പലവിധ സന്ദർഭങ്ങളും ഉണ്ടാകുന്നതാണ്. സമ്പത്തിന് മുകളിൽ നിൽക്കാൻ, അല്ലെങ്കിൽ സമ്പത്തിനാൽ എന്തെല്ലാം ഈ ലോകത്ത് വാങ്ങിക്കാൻ സാധിക്കുമോ അതൊക്കെ വാങ്ങാനുള്ള ഭാഗ്യം കൂടി ഇവിടെ നിങ്ങൾക്ക് തെളിയുന്നുണ്ട്. ഗജകേസരി യോഗത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് തന്നെ സാമ്പത്തിക സ്ഥിതിയിൽ ഒരുപാട് പിന്നിലായിരുന്നു നിങ്ങൾ. ഇടക്കാലത്ത് ഒന്ന് മുന്നിലേക്കൊക്കെ വന്നെങ്കിലും അതും ശാശ്വതമായിരുന്നില്ല. പിന്നീടും ആകെ ഒരു തകിടം മറിഞ്ഞ അവസ്ഥ പിന്നെയും വന്നുപെട്ടു. അതിവിടെ മാറാൻ പോവുകയാണ്. കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യുന്നവരാകട്ടെ, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നവരെ എല്ലാവർക്കും ഒരു മാറ്റത്തിൻ്റെ സമയമാണ് ഏപ്രിൽ 14. ജീവിതം ഇനി സന്തോഷത്തിൻ്റെയും സമ്പത്തിൻ്റെയും ഒരു മാറ്റത്തിലേക്ക് എത്തുന്നതാണ്. ഉദ്യോഗത്തിലൊക്കെ ഉയർച്ചയുണ്ടാകുന്നതാണ്, പ്രൊമോഷൻ ഉണ്ടാകുന്നതാണ്. എന്ത് കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും എന്തെങ്കിലുമൊക്കെ ദുശകുനങ്ങൾ, അവശകുനങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളെ വിഷമിപ്പിക്കുന്ന തരത്തിലുള്ള പല കാര്യങ്ങളും സംഭവിച്ചു പോകുന്ന കാര്യത്തിന് അങ്ങ് മുടക്കം സംഭവിക്കും. അങ്ങനെയായിരുന്നു ഏതിനുമുള്ള പ്രശ്നം. അപ്പോൾ ഇറങ്ങുന്ന വഴിക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത വ്യക്തികളെയോ അല്ലെങ്കിൽ ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ, നമ്മൾ പറയാറുണ്ട് ഒരു വഴിക്ക് പോകുമ്പോൾ കാണാൻ പാടില്ലാത്ത ശകുനങ്ങൾ എന്നൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ഇറങ്ങുന്ന വേളയിൽ തിരിച്ച് പിന്നെയും വീട്ടിലേക്ക് കയറുക. അതായത് ഇറങ്ങുന്ന വേളയിലാണ് നമുക്കെതിരായ ഒരു വ്യക്തിയെ വരുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങളാണ് കാണുന്നതെങ്കിൽ തിരിച്ച് വീണ്ടും ഗൃഹത്തിലേക്ക് കയറി അകത്തൊന്ന് ഇരിക്കുക. കസേരയിൽ ഇരുന്നതിന് ശേഷം ഒരു തുളസി കതിര് വായിലിട്ട് ചവച്ചതിന് ശേഷം വേണം പിന്നീട് ആ കാര്യത്തിനായി ഇറങ്ങി പുറപ്പെടാൻ. പ്രത്യേകിച്ച് നമ്മൾ ഇൻ്റർവ്യൂസിനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രധാന കാര്യങ്ങളിലൊക്കെ രേഖകളിലൊക്കെ ഒപ്പുവയ്ക്കാൻ പോകുമ്പോഴും, അതും വിശാഖ നക്ഷത്രക്കാരുടെ കാര്യങ്ങൾക്ക് മുടക്കമൊന്നും ഇല്ലാതെ വരും എങ്കിൽ പോലും പെട്ടെന്ന് ചില പ്രശ്നങ്ങളൊക്കെ വന്ന് ഭവിക്കുമെങ്കിലും നിങ്ങളത് നിങ്ങളുടെ സാമർഥ്യം കൊണ്ട് വിജയത്തിലേക്ക് എത്തിക്കാറുണ്ട് എല്ലാ കാര്യങ്ങളെയും. എങ്കിലും ആദ്യമൊക്കെ സ്വല്പം ബുദ്ധിമുട്ടുകളൊക്കെ വന്ന് ഭവിച്ച് മാനസികമായി ആകെ ഒരു വിഷമത്തിലാക്കിയിട്ടേ നിങ്ങളെ കൊണ്ടുചെന്നൊരു വിജയത്തിലേക്ക് എത്തിക്കുകയുള്ളൂ. അങ്ങനെയുള്ള പലവിധ പ്രശ്നങ്ങൾ, അതായത് നീറ്റ് പരീക്ഷ എഴുതാൻ പോയാലും അല്ലെങ്കിൽ ഇൻ്റർവ്യൂസിനൊക്കെ പോയാലും അങ്ങനെ ഒരുപാട് വിഷമം അനുഭവിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ ഉണ്ടാകും. ആദ്യമേ ആകെ ഇട്ട് വലയ്ക്കും, പിന്നീട് ഒരു സന്തോഷം തരും. പക്ഷേ ഈ ആദ്യത്തെ വലച്ചിലുകൊണ്ട് ആകെ മനസ്സ് തകരുകയും ചെയ്യും. അങ്ങനെയുള്ളൊരു പ്രശ്നമുണ്ട് വിശാഖം നക്ഷത്രക്കാർക്ക്. ഏതിനിറങ്ങി പുറപ്പെടുമ്പോഴും ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ എന്ന് നമ്മൾ പറയുന്നത് പോലെ. അപ്പോൾ ഇനി എന്തെങ്കിലും കാര്യങ്ങൾക്കായി, പ്രധാന കാര്യങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടുമ്പോൾ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ എന്തെങ്കിലും കണ്ടാൽ അതേപോലെ തിരിച്ച് വീട്ടിലേക്ക് വരിക. വന്നു കഴിഞ്ഞ് അകത്തൊന്നിരിക്കുക. ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ സാധിച്ചാൽ അതും നല്ല കാര്യം. വെള്ളം കുടിക്കുകയോ ഒരു തുളസിക്കതിര് വായിലിട്ടൊന്ന് ചവച്ചതിന് ശേഷം ഇറങ്ങി പുറപ്പെടുക. എന്ത് നെഗറ്റിവിറ്റി ഉണ്ടെങ്കിലും അതിലൂടെ മാറുന്നതാണ്. ഇവിടെ ഇപ്പോൾ ഗജകേസരി യോഗമാണ് തുടങ്ങുന്നത്. ഒരു പ്രശ്നവുമില്ല, ധൈര്യമായിട്ട് തന്നെ മുന്നോട്ട് പോയിക്കൊള്ളുക. രണ്ടാമത്തെ നക്ഷത്രം അത്തമാണ്. അത്തം നക്ഷത്രക്കാർക്കും ലോട്ടറി, ചിട്ടി പോലെയുള്ള കാര്യങ്ങളൊക്കെ അടിക്കാനുള്ള യോഗവും ഭാഗ്യവും ഏപ്രിൽ 14 മുതൽ ആരംഭിക്കുന്നുണ്ട്.
ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലേക്കുള്ള ഒരു ഉയർച്ച നിങ്ങൾക്കുണ്ടാകാൻ പോവുകയാണ് കേട്ടോ. വളരെ നല്ല സമയമാണ് ഏപ്രിൽ 14 മുതൽ തുടങ്ങാൻ പോകുന്ന. ജീവിതത്തിൽ ഇന്നേ വരെ അനുഭവിച്ചതിൽ വെച്ച് ഏറ്റവും നല്ല സമയമെന്ന് നിങ്ങൾക്കിതിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. അത്രത്തോളം സാമ്പത്തിക സ്ഥിതിയിൽ മാറ്റമുണ്ടാകുന്നതാണ്, ഉയർച്ചയുണ്ടാകുന്നതാണ്. ജീവിതത്തിലെ ഏറ്റവും മികച്ച സമയങ്ങൾ 2025 ഏതാണെന്ന് ചോദിച്ചാൽ ഏപ്രിൽ 14 മുതലുള്ള സമയമെന്ന് നിങ്ങൾക്ക് എടുത്തു പറയാൻ കഴിയുന്ന തരത്തിലുള്ള പല മാറ്റങ്ങൾ ഉണ്ടാകാൻ പോവുകയാണ്. കളിയാക്കിയവരും തള്ളിപ്പറഞ്ഞവരും പുച്ഛിച്ചവരും ഒക്കെ അസൂയപ്പെടുന്ന തരത്തിലേക്കുള്ള ഒരു ഉയർച്ചയാണ് ഏപ്രിൽ 14 മുതൽ അത്തം നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത്. അടുത്ത നക്ഷത്രം പൂരമാണ്. പൂരം നക്ഷത്രക്കാർക്ക് പൊടിപൂര സമയം തന്നെയാണ്. ഗജകേസരി യോഗം നിമിത്തം കൊടികുത്തി വാഴാനുള്ള ഭാഗ്യമൊക്കെ ഉണ്ടാകുന്നുണ്ട്. സാമ്പത്തിക നേട്ടമാണ് എടുത്തു പറയേണ്ടത്. പ്രത്യേകിച്ച് ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ ബിസിനസ് ഒന്ന് വിപുലീകരിക്കാൻ ഒക്കെ സാധിക്കുന്നതാണ്. ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്ന സമയമാണ്. സാമ്പത്തിക നിക്ഷേപങ്ങൾക്ക് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഇരട്ടി ലാഭത്തിലേക്ക് എത്തുന്നതാണ്. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ദാനം ചെയ്യാനോ അല്ലെങ്കിൽ പാവപ്പെട്ട അശരണരായിട്ടുള്ള ആളുകളെ സഹായിക്കാനൊക്കെ മനസ്സിന് വലിയ ആഗ്രഹമുള്ളവരാണ്. നിങ്ങൾ മറ്റുള്ളവർക്ക് സഹായം നൽകാനൊക്കെ വലിയ ആഗ്രഹങ്ങളുണ്ട്. അത് അതേപോലെ തുടർന്ന് പോയിക്കൊള്ളുക. കാരണം അങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വീണ്ടും വീണ്ടും ഉയർച്ചകൾ വരുന്നത്. അത്രത്തോളം താഴ്ചയിലേക്കും ഒറ്റപ്പെടലിലേക്കും ഒക്കെ പോയവരാണ്. മാതാവിൻ്റെ വിയോഗം ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുടെ അല്ലെങ്കിൽ കുടുംബത്തിലെ ഏറ്റവും അടുത്ത ബന്ധുക്കളുടെയൊക്കെ വിയോഗങ്ങൾ ഒരുപാട് നിങ്ങളെ തളർത്തി. നിങ്ങൾക്ക് തോളോട് തോൾ ചേർന്ന് നിന്ന ബന്ധുക്കളോ അല്ലെങ്കിൽ മാതാവോ പിതാവോ അങ്ങനെ ഒരുപാട് മരണമൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഒറ്റപ്പെടലുകൾ ഉണ്ടായിട്ടുണ്ട്. ആ അവസ്ഥയിൽ നിന്നൊക്കെ കരകയറാൻ പോകുന്ന ഒരു സമയമാണ്. ഒറ്റപ്പെടലുകൾ, കുറ്റപ്പെടുത്തലുകൾ ഒക്കെ കേട്ടുകഴിഞ്ഞു. ആ സമയം കഴിഞ്ഞു. ഇനി പൊടിപൂര സമയമാണ് വന്നണയാൻ പോകുന്നത്. സാമ്പത്തിക സ്ഥിതിയിൽ ഗണ്യമായ തോതിലുള്ള മാറ്റങ്ങളും നേട്ടങ്ങളും ഈ വിഷു നിങ്ങൾക്ക് സമ്മാനിക്കുന്നതാണ്. ആയില്യമാണ് അടുത്ത നക്ഷത്രം. ആയില്യം നക്ഷത്രക്കാരുടെ ജീവിതം വളരെ ഒരു മാറ്റത്തിലേക്കൊക്കെ തെളിയുകയാണ്. വീട്ടിൽ അസുഖബാധിതരായ ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് നിങ്ങളെ ഏറ്റവും ബുദ്ധിമുട്ടിക്കുന്നത്. ഈ ഒരു ഇടക്കാലം തൊട്ട് വീട്ടിൽ ബുദ്ധിമുട്ടുകൾ മാത്രം, അതും ആരോഗ്യ സംബന്ധമായി കുട്ടികൾക്ക് അല്ലെങ്കിൽ വീട്ടിലെ മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ആയില്യ നക്ഷത്രക്കാരായ ആളുകൾക്ക് തന്നെ പലവിധ ബുദ്ധിമുട്ടുകൾ. അപ്പോൾ അതൊക്കെ മാറാൻ പോവുകയാണ്. സാമ്പത്തിക സ്ഥിതിയിൽ നല്ല മാറ്റം ഉണ്ടാകും. കയ്യിൽ നയാ പൈസ ഇല്ലാത്തൊരവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. പുറമേ നിന്ന് ഒരാൾക്ക് നോക്കിയാൽ ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഇല്ല എന്ന് തോന്നുമെങ്കിലും നിങ്ങൾക്കറിയാം നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക വ്യതകൾ അല്ലെങ്കിൽ മാനസിക ബുദ്ധിമുട്ടുകൾ. അതിനൊക്കെ മാറ്റം ഉണ്ടാകാൻ പോവുകയാണ്. നന്നായി പ്രാർത്ഥിച്ചു കൊള്ളുക കേട്ടോ. അതിനപ്പുറം ഒരു വേറെ പരിഹാരം ഒന്നും പറയാൻ ഇല്ല. അതുപോലെ സർപ്പദൈവങ്ങൾക്ക് ദോഷം വരുന്ന ഒരു പ്രവൃത്തികളും അറിഞ്ഞോ അറിയാതെയോ നിങ്ങളോ നിങ്ങളുടെ കുടുംബത്തിലോ, കാരണം നിങ്ങൾ ആയില്യം നക്ഷത്രക്കാരാണ്. അതുകൊണ്ട് തന്നെ സർപ്പദൈവങ്ങൾക്ക് ഏറ്റവും പ്രീതികരമായ ഒരു നക്ഷത്രമായതിനാൽ നിങ്ങളുടെ കുടുംബത്തിലുള്ളവർ പോലും അറിഞ്ഞോ അറിയാതെയോ അവർക്ക് ഹാനി ഉണ്ടാക്കുന്ന ഒരു കാര്യങ്ങളും ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രമിക്കണം. കുട്ടികളോട് പോലും പറയണം. ഇങ്ങനെ നാഗദൈവങ്ങളെ അല്ലെങ്കിൽ സർപ്പദൈവങ്ങളെ കാണുമ്പോൾ കല്ലെറിയുക, അവർ ഭയന്ന് ചിലപ്പോൾ കല്ലോ മണ്ണോ ഒക്കെ വാരി എറിയുകയോ അങ്ങനെ ഒന്നും ചെയ്യാതിരിക്കാൻ നിങ്ങൾ അവരോട് പറയണം. വീട്ടിലുള്ളവരോടാകട്ടെ നിങ്ങൾക്ക് അറിയുന്നവരോടാകട്ടെ ഒക്കെ പറയുക. കൂടാതെ നിങ്ങൾ അടുത്തുള്ള നാഗക്ഷേത്രങ്ങൾ, പ്രതിഷ്ഠയുള്ള അഥവാ മണ്ണാർശാല, അങ്ങനെയുള്ള ആയില്യം ദിവസങ്ങളിലൊക്കെ പോയി നിങ്ങൾക്ക് പ്രധാന വഴിപാടുകളൊക്കെ ചെയ്ത് നിങ്ങളുടെ ഭാഗ്യത്തെ വർദ്ധിപ്പിക്കേണ്ടതാണ്. നാഗദൈവങ്ങളെ പ്രാർത്ഥിക്കൂ. നിങ്ങൾക്ക് വച്ചടി ഉയർച്ചയുണ്ടാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. നിങ്ങൾക്ക് മാത്രമല്ല, വരുന്ന 7 തലമുറകൾക്ക് വരെ അതിൻ്റെ പുണ്യം നിലനിൽക്കുകയും ചെയ്യുന്നതാണ്. സുഖസൗകര്യങ്ങളോട് കൂടി ജീവിക്കാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ അത്രയ്ക്ക് ഭാഗ്യമായ ഗജകേസരി യോഗം ഏപ്രിൽ 14 മുതൽ നിങ്ങൾക്ക് ആരംഭമാകാൻ പോവുകയാണ്. മകയിരം നക്ഷത്രമാണ് അടുത്തത്. മികച്ച മാറ്റത്തിൻ്റെ സമയമാണ് ഗജകേസരി യോഗം നിമിത്തം ഏപ്രിൽ 14 മുതൽ. ആഗ്രഹിക്കുന്നതൊക്കെ കൈപ്പിടിയിൽ ഒതുക്കാൻ സാധിക്കും. പണത്തിൻ്റെ കാര്യത്തിൽ ഇനി ഒരു അതായത് ഈ അടുത്ത ഏപ്രിൽ സമയം അല്ലെങ്കിൽ അടുത്ത മേടവിഷു വരെയുള്ള സമയം പണം കൊണ്ട് നേടാൻ കഴിയുന്നതൊക്കെ നേടാം. പണം കൊണ്ട് നിങ്ങൾക്ക് അല്ലെങ്കിൽ പണത്തിൻ്റെ കുറവ് കൊണ്ടുള്ള ഒരു വിഷമവും നിങ്ങളെ ബാധിക്കുകയില്ല. അത്രയ്ക്ക് സാമ്പത്തിക ഭദ്രത ഒരു വർഷക്കാലത്തിനുള്ളിൽ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. കാർത്തികയാണ് അടുത്ത നക്ഷത്രം. കാർത്തിക നക്ഷത്രക്കാർക്കും ഗജകേസരി യോഗം വളരെയധികം ഫലങ്ങൾ ഏപ്രിൽ 14 മുതൽ നൽകുന്നുണ്ട്. നേട്ടങ്ങൾ വളരെയധികം ഉണ്ടാകുന്നതാണ്. വിപരീതമായ ഒരുപാട് കാര്യങ്ങളെ തരണം ചെയ്യേണ്ടതായി വന്നിട്ടുണ്ട്.
എല്ലാവരും കുറ്റം പറഞ്ഞ രീതിയിലേക്കൊക്കെ നിങ്ങൾക്ക് എത്തിപ്പെടേണ്ടി, എന്ത് നല്ല കാര്യം ചെയ്താലും അതിൽ മറ്റുള്ളവർ എന്തെങ്കിലുമൊക്കെ കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു ജീവിതത്തിൽ. അതിനൊക്കെ മാറ്റം വരുന്ന സമയമാണ് ഇവിടെ ഏപ്രിൽ 14 മുതൽ തുടങ്ങാൻ പോകുന്നത്. സന്തോഷകരമായ ദാമ്പത്യ ജീവിതം ഉണ്ടാകാനും പണത്തിന് മേൽ പണം വന്ന് നിറയുന്ന ഒരു സമയം കൂടിയാണ് ഗജകേസരി യോഗ ഫലത്താൽ നിങ്ങൾക്ക് ഏപ്രിൽ 14 മുതൽ ആരംഭമാകാൻ പോകുന്നത്. ഇനി ഒരു ദിവസത്തിൻ്റെ ദൈർഘ്യം മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. ഗജകേസരി യോഗമാണ് ആരംഭിക്കാൻ പോകുന്നത്. ഇതുവരെ അനുഭവിച്ച എല്ലാ ബുദ്ധിമുട്ടുകളും മാറുകയാണ് കേട്ടോ. അപ്പോൾ വളരെ ചെയ്യേണ്ടുന്ന ഒറ്റ ഒരു കാര്യമേ ഉള്ളൂ, പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കാൻ എത്രത്തോളം കഴിയുന്നോ അത്രത്തോളം പ്രാർത്ഥിക്കുക. നല്ല സമയമാണ് വരുന്നത്, നല്ല ബുദ്ധി തരണേ, നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രാപ്തി തന്നെ എനിക്ക് നൽകണേ എന്ന പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോയിക്കൊള്ളുക. ഐശ്വര്യമാണ്, ഭാഗ്യമാണ്, നേട്ടമാണ്. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി.